കൊച്ചി എത്തി. അപ്പോൾ നമ്മൾ ജങ്കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ചീനവലയും കാര്യങ്ങളൊക്കെ കാണുന്നത്. അത് കാരണം ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയതിന് ശേഷം അവിടെ കയറിയുള്ള അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെയുള്ള ഒരു പാർക്കിൽ കയറിയിരുന്നു. കാരണം ഇനിയും കുറേ നടക്കാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റെസ്റ്റൊന്നും നടന്നില്ല ഗൈസ്. നമ്മുടെ പിള്ളേരുകൾ പാർക്കല്ലേ സംഭവം, അതിൻ്റെ ഉള്ളിൽ കയറി കളി, സ്ലൈഡിൽ ഒഴുകൽ, ഊഞ്ഞാലാടൽ, സംഭവബഹുലമായ സമയമായിരുന്നു അത്. റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുന്ന സമയം തന്നെ അമ്മ കൂടെ വായോ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ഇതായിരുന്നു അവിടുത്തെ അംഗം വിട്ടെന്ന് പറയണത്. കുട്ടാപ്പും ഇവാനും എന്തിനാ ഇതള് വരെ അവിടെ നിന്ന് ഇറങ്ങണുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ പിടിയാലെ 3 എണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി. ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ നമുക്ക് പോവാം, ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയത് കേട്ടോ. കണ്ടോ, 2 പേരും ഭയങ്കര കളിയാണ് കേട്ടോ. ഇവാനെയും കുട്ടാപ്പും കൈ പിടിച്ച് ഫുൾ ടൈം നടക്കലിനായിരുന്നു. ലാസ്റ്റ് കൈ ഒന്ന് വിട്ട് നടക്കുമോ സഖാക്കളെന്ന് പറഞ്ഞപ്പോഴാണ് അവരൊന്ന് വിട്ട് നടക്കണത് തന്നെ. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ച് പോകാൻ പറ്റും. ഭയങ്കര റീസണബിൾ പ്രൈസിലായിരുന്നു മിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ പിള്ളേരുകളുടെ മനസ്സൊക്കെ ഒന്ന് ഇളകി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാത്തത് നമ്മുടെ ലൂക്കാച്ചിനെ ആവട്ടോ. ഇവാനെയും ഇതളും കുട്ടാപ്പുത ഒരുമിച്ച് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. ലൂക്കയാണെങ്കിൽ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് അലറലായിരുന്നു. അവന് ഓട്ടോറിക്ഷ വേണം, ജീപ്പ് വേണം, ബസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കുട്ടാപ്പിനൊരു ലേസറിൻ്റെ ഒരു ടോർച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ നമ്മൾ നടന്ന് നീങ്ങിയത് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് വന്നത്. അവിടെ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോ എടുപ്പും വീഡിയോ ഒക്കെ എടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ നോക്കി നമ്മൾ ആ ബീച്ചിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ച് അങ്ങോട്ടേ നിന്ന് പോയി കുറേ നേരം. പക്ഷെ നമുക്ക് അധികം നേരം നിൽക്കാനായിട്ട് ഈ പിള്ളേർ സമ്മതിക്കില്ല. അപ്പോഴേക്കും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മളവിടെ ചേട്ടന്മാർ ഒരു സൈഡിലൊക്കെ ഇരുന്ന് വലറിഞ്ഞ് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ വെയിലും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഐസ്ക്രീം വാങ്ങിച്ച് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ പിള്ളേരുടെ കരച്ചിൽ. അപ്പോൾ പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് സോണി നമുക്ക് എല്ലാവർക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. പൊരി വെയിലത്താണ് കൈസ് ഇരിക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്തത് ഈ ഒരു കാഴ്ചയാണ്. എന്ത് ഭംഗിയാണെന്നറിയാം ഇത് കാണാനായിട്ട്. നമ്മൾ വെയിലൊക്കെ സഹിച്ച് നിൽക്കണം ഇത് കാണാനായിട്ടെന്ന് മാത്രം. പിന്നെ ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോൾ സൂപ്പർ വൈബായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത